പച്ചപ്പ് കലർന്ന പാടങ്ങളിലൂടെയും വാഴത്തോട്ടങ്ങളിലൂടെയും ചേന ചേമ്പ് ആ ഒരു കൃഷിക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷിക്കാരൻ നെച്ചിക്കോട്ടിൽ സേതുവേട്ടൻ, മാരായമംഗലം നെച്ചിക്കോട്ടിൽ സേതുവേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വാഴത്തോട്ടങ്ങളും വാഴക്കൊലകളും കാണാം. വരും. ഈ വാഴ ഇത് റോബസ്റ്റ് അല്ലേ? റോബസ്റ്റ്. ഇതിപ്പോ എത്ര പ്രായമായി? ഇതിപ്പോ 6 മാസമായിട്ട്. അതെ, 6 മാസമായി. എത്ര വിളവെടുപ്പിന്റെ സമയം ഇനി ഒരു മാസം കൂടി കഴിയണം? 2 മാസം. എത്ര മൂപ്പ് കിട്ടും? മൂപ്പ് ഇത് കൊലച്ചു വന്ന എത്ര വിളവെടുപ്പ് നടത്താൻ പറ്റും? 3 മാസം കൊണ്ട്. ഇതിന് വിപണിയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? വിപണിയിൽ ഇവിടുന്ന് കൊണ്ടുപോകാതെ നമ്മളവിടെ കൊണ്ടുകൊടുക്കണം. അതെ. വില കിട്ടാറുണ്ടോ കർഷകർക്ക്? വിലക്ക് കിട്ടാറുണ്ട്, അത്യാവശ്യം വിലക്ക് കിട്ടാം. ഈ പഴത്തിന് ഇപ്പം എന്താ വെച്ചാൽ കൂടുതൽ ഒരു മാർക്കറ്റിങ്ങിൽ ഒരു കൂടുതൽ വില കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം മറ്റു പഴവർഗ്ഗങ്ങളൊക്കെ ഈ ഡോക്ടർമാർ ഈ ഷുഗർ പേഷ്യന്റുമാരോട് കഴിക്കേണ്ട എന്ന് പറയും. പച്ച കലർന്ന പഴങ്ങൾ കഴിക്കാം, റോബസ്റ്റ് കഴിക്കാൻ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയാലും ഇതിന് നല്ല റോബസ്റ്റിനാണ് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട്. നാടൻ ഡിമാൻഡ്, നാടൻ വാഴയാണല്ലോ അല്ലേ? നാടൻ റോബസ്റ്റ് ആണ്, പുറത്തുനിന്ന് വരുന്നതല്ല. അല്ല, കന്ന് നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയിട്ട് വെച്ചുണ്ടാക്കുന്നതാണ്. നല്ല പണിക്കാർ ധാരാളം വേണം അല്ലേ? നല്ല പണിക്കൂലി ഒരുപാടാവും അല്ലേ? രാസവളമൊന്നുമില്ല, ഒക്കെ ജൈവമാണ് അല്ലേ? പലതും. ഇത് 6 മാസമായിട്ടുള്ളൂ. 6 മാസം, 4.5 മാസം കൊണ്ട് കൊലക്കും. 8 മാസം പരമാവധി. അതേത് കായ? മൈസൂരോ? നാട്ടുപൂവൻ. അത് മൈസൂർ പൂവൻ, നാട്ടുപൂവൻ. വെറൈറ്റി വാഴപ്പഴങ്ങളാണുള്ളത്. ഞാലിപ്പൂവുണ്ട്, കദളി, എല്ലാം ചെയ്യും. റോബസ്റ്റ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ 2 മാസം പരമാവധി. ഓണൊക്കെ ആകുമ്പോഴേക്കും വിളവെടുക്കാറാവും. നേന്ത്രവാഴയല്ലേ അവിടെ? അപ്പുറത്തുണ്ട്. ഇതൊക്കെ ഒരു 40 കിലോനൊക്കെ ശരാശരി 35-40 കിലോ. ഈ പോലെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവും. 40. ചെറുപ്പശ്ശേരി ഇങ്ങനെ തൃശ്ശൂർക്കും കൊണ്ടുപോകും. ഓണം സീസണിലൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. നല്ല പണിയാണ്. മഴ കൃത്യമായിട്ട് വേണം. എങ്ങനെ മഴക്കാലത്ത് എങ്ങനെ വെള്ളം യഥേഷ്ടമുണ്ട്. കുഴക്കിണറുകൾ ഇഷ്ടം പോലെ. അടിച്ച കറാത്ത കുഴക്കിണർ ഇപ്പം മിഞ്ഞാന്ന് കൂടി ഒരു മോട്ടർ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് അടി തുടങ്ങിയിട്ട് അവിടെ അങ്ങനെ വളപ്പില്ല. അടുത്ത തോട്ടത്തിൽ വെള്ളം തോന വേണം. വെള്ളം നല്ല നന വേണം അല്ലേ? അല്ല ചേട്ടാ, ഈ ഇതിന് താങ്ങിടാനുള്ള മുളയൊക്കെ എവിടുന്ന പറ്റും? ഞങ്ങള് അത് നമ്മൾ ഇപ്പോഴത്തെ കച്ചവടക്കാരുണ്ട്, അവരടുത്ത് നേരിട്ടിട്ട് 15 അടി 16 അടി കഷ്ണം ആലത്തൂര് ആ ഭാഗത്ത് കൊണ്ടുപോകും. നല്ല പൈസ വേണം അല്ലേ? തോനെ പൈസ വേണം. ഇപ്പോൾ അന്നൊക്കെ ആദ്യമൊക്കെ 100 റുപ്യ മതിയായിരുന്നു. ഇപ്പോൾ 130 റുപ്യൊക്കെ വേണം ഒരു കാലിന്. ഇപ്പോൾ ഒരു കൊല വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് വിളവെടുപ്പാൻ പറ്റും. 8 മാസം കൊലച്ചു കഴിഞ്ഞാൽ 3 മാസം അല്ലേ? 5 മാസം കൊണ്ട് 4 മാസം കൊണ്ട് കൊലയ്ക്കും. കൊലയ്ക്കും പറഞ്ഞാൽ വെറുതെ വാഴ വെച്ചിട്ട് കാര്യമില്ല. അത് നോക്കണല്ലേ? നല്ല പരിചരണം വേണമല്ലേ? പരിചരണം നല്ല വേണം. അത് വളരെ നല്ല സൂക്ഷ്മത വേണം. കാറ്റും മഴയൊക്കെ നോക്കണം അല്ലേ? എല്ലാം നോക്കണം. എല്ലാ പരിപാടികളും നോക്കണം. ഈ വെള്ളമൊക്കെ എവിടുന്ന കിട്ടുക? വെള്ളം വീട്ടില് കുഴൽക്കിണർ. നാടൻ കിണറുണ്ടോ? ഇല്ലല്ലേ? നാടൻ കിണറിൽ വെള്ളം അടിക്കാനുള്ളത് ഉണ്ടാവില്ല അല്ലേ? ഇതിപ്പോൾ നിങ്ങളിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇത് എടുത്ത് വിൽപ്പന നടത്താൻ വേണ്ടി നമ്മളിവിടെ പോകും. തൃശ്ശൂർ പോവും. വളം നാടൻ വളങ്ങളല്ലേ? നാടനുമില്ല, ജൈവവളം ഇടും. അധികം ജൈവവളാ. 1-2 പ്രാവശ്യമൊക്കെ ഇടും. 300 റുപ്യ വരും. 300 അല്ലേ? ഈ പിന്നതൊക്കെ ഈ ഇടവളയിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇടവള
ഇപ്പൊ ഈ തോട്ടത്തിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതില് കവുങ്ങിന്റെ ഇടവളയിലല്ല ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ഇതിൽ ചെയ്യാൻ കഴിയില്ല. വേറെ തോട്ടങ്ങളിലൊക്കെ ഇടവള ഉണ്ട് അല്ലേ? താഴെ നമുക്ക് മറ്റുള്ള കൃഷിയുള്ള തോട്ടങ്ങൾ കാണാം. ഇത് നേന്ത്രവാഴല്ലേ? ഇത് കിൻഡൽ വാഴയാണ്. കിൻഡൽ വാഴ ഇത് ഒരു 20 കിലോ ശരാശരി ഉണ്ടാവുന്ന കിൻഡൽ വാഴയാണ് അല്ലേ? ഇതിപ്പോ കൊലച്ച വാഴയാണ് ഇപ്പൊ ഇത്. ഇതൊന്നും ആവില്ല ആ തലത്തിലൊക്കെ കൊലച്ച. അല്ല ഇത് നോക്കി ചേട്ടാ, ഇതിപ്പോ കൊലച്ച വാഴയാണ്. ഇത് കൊലച്ച വാഴ നമ്മൾ വിളവെടുപ്പ് എടുക്കണമെങ്കിൽ കൊല വെട്ടണമെങ്കിൽ ഇനി ഒരു 3 മാസം കഴിയണ്ടേ? 3 മാസം ആവണം ഏകദേശം. കുറച്ച് 3 മാസം. ഇത് എവിടുന്നാ ഈ തൈ വാഴകന്നൊക്കെ വാങ്ങുക? തൈയൊക്കെ തമിഴ്നാട്. വാഴകന്നല്ലേ? തമിഴ്നാട്. ഇത് കുറച്ച് ഉയരം കൂടിയല്ലേ? ഉയരം കൂടിയതാണ്. 15 അടി 16 അടി ഏകരം. എന്താ ഇതിന്റെ പേര്? കിൻഡൽ വാഴ. കിൻഡൽ വാഴ അല്ലേ? കിൻഡൽ വാഴ, നേന്ത്രവാഴ. ഈ നേന്ത്രവാഴക്കന്ന് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അതെ, അവിടെ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. ഒരു കന്നിന് എന്ത് വരും? 22 രൂപ അവർക്ക് കൊടുക്കണം. ഓ, നല്ല വിലയുള്ള. നല്ല വില. അപ്പോൾ വാഴപ്പഴം വാങ്ങുമ്പോഴോ ആളുകൾക്ക് വില കൂടും. 50 രൂപയോ? എന്നാലും കർഷകന് വലിയ വിലയൊന്നും കിട്ടില്ല. 22 ഇവിടെ ഇറക്കി തരും അല്ലേ? കർഷകന് വലിയ ലാഭമൊന്നുമില്ല. അതൊരു പണിയൊരു സന്തോഷം. കായ്ക്ക് വില ഉണ്ടെങ്കിൽ ലാഭം ഉണ്ടല്ലേ? കായ്ക്ക് വില കിട്ടണം, എന്നാലേ ഒരു ഇതുള്ളൂ. ഇതിലിപ്പോ ഇതിൽ നനയ്ക്ക് എങ്ങനെ നന തന്നെ അവിടുന്ന് വീട്ടിന്ന് പൈപ്പ് ഇട്ട് അടിക്കുന്ന പൈപ്പുകൾ കിടക്കണം. ഇതിന്റെ ഇടയിലുള്ള ഈ കവുങ്ങ് തൈകളൊക്കെ എന്താ സ്ഥിതി? ഇതിപ്പോ 2 വർഷമായിട്ടേ വെച്ചിട്ട്. ഈ ജൂൺ 6-ാം തീയതിക്ക് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കവുങ്ങ് ചൊട്ടോട്ടല് കിടക്കും. ചൊട്ടല് തുടങ്ങിയ പൂക്കിലതാ എവിടെ? പൂക്കില 2 കൊല്ലം കൊണ്ട് ചൊട്ടട്ട കവുങ്ങാണ്. പിന്നെ നമ്മളെ പ്രേക്ഷകരെ കണ്ടുപിടിച്ചോ. അതാ ജൂൺ 2 കൊല്ലം കൊണ്ട് ചൊട്ടട്ടു. 6-ാം തീയതി അത് വെച്ചാൽ 24. എവിടെ ചൊട്ടയുടെ താത്ത് വന്ന് നോക്കിച്ചേ. അതെ, ചൊട്ട അവിടെ ഉണ്ടോ? ഇതാണത് ഈ ചൊട്ട എന്ന് പറയുന്നത്. കണ്ടോ? എവിടെ? ഇതാ കണ്ടോ പൂക്കില? പൂക്കില. ഇതാ ചൊട്ടട്ടു. ഇതാ പൂക്കില. 2 വർഷം കൊണ്ടാണ് ഈ കവുങ്ങ്. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതാ 2 വർഷം കൊണ്ട് ചൊട്ടട്ടുള്ള കവുങ്ങാണിത്. നല്ല വില കൂടിയ കവുങ്ങാണിത്. ഈ കവുങ്ങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചൊട്ടട്ടു. ഇനി ഇതൊരു മോഹിനി നഗർ എന്നാണ് ഈ കവുങ്ങ് തൈൻ്റെ. മോഹിനി നഗർ കൃഷി വകുപ്പിന്റെ ഇത് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയതാണ്. വാങ്ങിയതാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ചെറിയൊരു സബ്സിഡി കിട്ടുമോ? ഒന്നുമില്ല. കെമിക്കൽ പോവുക. അവർ പറഞ്ഞ 35 രൂപ ഒരു തൈന് കൊടുക്കുക, കൊണ്ടുപോയി വെക്കുക. എന്നും ഒരു കുട്ടികളെ നോക്കണ പോലെ നോക്കണത്. തെങ്ങും തൈയൊക്കെ കൃഷി വകുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക. എന്താ പുതിയ വെറൈറ്റി ഒന്നല്ല, പഴയ തന്നെയാണ്. പഴയ തന്നെയാണ്. 18 മട്ട അങ്ങനെയൊന്നുമില്ല. ഇതിലെല്ലാം ഉണ്ട്. ചേനയൊക്കെ ഉണ്ടല്ലോ. ചേന ഇടയിലൊന്നും ഉണ്ടായതല്ലേ? അവിടെ വലിയ 2 വർഷം കൊണ്ട് ഇത്ര വളരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. എങ്ങനെ നോക്കണം? നല്ല കുട്ടികളെ നോക്കണ പോലെ കുട്ടികളെ നോക്കണം. കൃഷിനെ നാലേ നന്നാവുള്ളൂ. അതൊക്കെ നല്ല കായക്കൊലയല്ലേ? അത്യാവശ്യം നല്ല കൊലകളാണ്. സേതുവേട്ടൻ ഇതിന്റെ പിന്നാലെ നടന്ന് കുട്ടികളെ നോക്കണ പോലെ നോക്കും. അതാണ് യഥാർത്ഥ കർഷകൻ. ചേട്ടാ, അപ്പം നമ്മളിപ്പോൾ ഈ കൃഷിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ചിലവുണ്ട്. ഈ കന്നിനെ കൊല്ലണം, വാഴകന്ന് കൊല്ലണം, തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലണം, പിന്നെ കവുങ്ങ് തൈ കൊല്ലണം. ഇതൊക്കെ നല്ല മല്ലുകെട്ട് പിടിച്ച പരിപാടിയാണ് കർഷകരെ സംബന്ധിച്ച്. എന്താ ഇത് എങ്ങനെ ഉണ്ടായത്? അല്ല, ഇത് നമുക്ക് ചെറുപ്പം മുതൽ തന്നെ കൃഷിയോടൊരു താല്പര്യം. ആ താല്പര്യത്തിൽ നിന്ന് വളർന്നു വന്നതാണ്. അല്ലാതെ കൃഷി മുഴുവൻ ലാഭം നോക്കിയിട്ടല്ല കൃഷി. ചിലപ്പോൾ നഷ്ടം വരും. നമ്മളൊരു 4-5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ കൃഷിക്ക് ചെലവാക്കും. അത് ചിലപ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. പക്ഷെ ഇതൊരു നമ്മുടെ ഒരു ഇതിന്റെ അഭിമാനത്തിന് നമ്മൾ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടല്ലോ, നാടിന്റെ നട്ടലാണ്. അതെ, അവർക്ക് ആ ഒരു പ്രോത്സാഹനം നമ്മളിത്. ചിലവരൊക്കെ എന്താ വെച്ചാൽ പുതിയ കൃഷിക്കാരൊക്കെ കുറച്ച് കാശിറക്കും, അത് പോയി അവർ കൃഷിപ്പണി നിർത്തും. നമ്മൾ നല്ല പാരമ്പര്യമായിട്ട് കൃഷി നിർത്തിയിട്ടില്ല, എല്ലാ കൃഷിയും ചെയ്യും. അതാണ് ചേമ്പ്, ചേന, വാഴ, കിഴങ്ങ്, എല്ലാ വർഗ്ഗങ്ങളും, കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇലവർഗ്ഗങ്ങള് എല്ലാം.
ചീര പച്ചക്കറി സ്ഥിരം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഒക്കെ ഉണ്ടാവും. ഒന്നും പുറത്തുനിന്ന് വേണ്ട, പുറത്തുനിന്ന് വാങ്ങണ്ട. കിട്ടുന്നത് നാട്ടുകാർക്കും കൊടുക്കും. അതാണ് കൊണ്ടേക്കോളെന്ന് പറഞ്ഞിട്ട് പച്ചക്കറി വേണ്ടുവരെ കൊടുക്കും. അതാണ് ചേട്ടൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഈ നേരത്തെ കണ്ട വാഴയില്ലേ, മറ്റേ നേന്ത്രവാഴ, കിൻഡൽ വാഴ, ഈ കിൻഡൽ വാഴയുടെ കന്നുകളൊക്കെ എവിടുത്തെ കൊണ്ടുവരിക? തമിഴ്നാട്ടിൽ. എന്ത് വില വരും ഇവിടെ ഇറക്കുമ്പോഴേക്കും? അതൊരു 22 രൂപയ്ക്ക് ഇവിടെ സൈറ്റിൽ ഇറക്കി തരും. അത് കൃഷി കന്നിന്റെ ഗുണം എന്താണെന്നെങ്കിൽ അതൊരു പുതിയ മണ്ണിന്ന് വരികയാണ്. നമ്മുടെ ഇവിടുത്തെ കന്ന് വാങ്ങി വെച്ചാൽ ഈ മണ്ണിലുണ്ടാവുന്നത് അതിന് ലേശം വളർച്ച കുറയും. നേരെ മറിച്ച് തമിഴ്നാടിന്റെ മണ്ണിൽ നിന്ന്, കറുത്ത മണ്ണിൽ നിന്ന് വരുന്ന വാഴക്കന്ന് ഇവിടെ വെക്കുമ്പോൾ കേടുണ്ടാവില്ല. അത്യുൽപാദന ശേഷിയുള്ളതാ, ഉൽപാദനം കൂടും. കൂടുതലേ ഒരു എത്ര ഇതുണ്ടാവും നമ്മളെ ഇത് കൊലയുടെ ഇത് കിലോ? എനിക്ക് 20 കിലോ കണ്ടിട്ടൊക്കെ കായ കിട്ടും, കിട്ടലുണ്ട്. ഈ ഒരു ഐഡിയ എവിടെ തോന്നിയത്? ഇത് കൊണ്ടാളുള്ളത് അതിപ്പോ എവിടുത്തെ ഇപ്പൊ നമ്മളെ ആളുകൾ കാണുന്നുണ്ടാവല്ലോ. ഒരുപാട് കാലമായിട്ട് ഈ കൃഷി. അപ്പൊ ഞാൻ 90 മുതൽ പാടശേഖര സമിതി ഉണ്ടാക്കിയ മുതൽ പാടശേഖര സമിതി സെക്രട്ടറിയാണ്. നെല്ലായ പാടശേഖര സമിതിയുടെ സ്ഥിരം സെക്രട്ടറിയാണ്. സെക്രട്ടറി താലാപ്പാറിന്റെ. അങ്ങനെയല്ല, കർഷകർക്ക് നിങ്ങളെ കൊണ്ടുള്ളൂ. താലാപ്പാറിന്റെ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോ നമ്മൾ ഓരോ കൃഷികളും കാണാൻ പോകുമ്പോ അങ്ങനെ കണ്ട് കൃഷി ഓഫീസറുടെ കൂടെ അല്ല പല വിധത്തിലും പോകും. ഇത് ഏതാ കന്ന്, ഇത് ഏതാ തമിഴ്നാട്ടിൽ പോകുമ്പോ അവിടെയൊക്കെ മറ്റേ അവിടെ എക്സിബിഷനൊക്കെ ഉണ്ടാകുമ്പോ പോകും. അങ്ങനെ കായക്കുലകൾ കണ്ടിട്ടും അങ്ങനെയാണ് ഈ കന്ന് ഇവിടേക്ക് വരുന്നത്. നിങ്ങളൊരു അടുത്ത കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, എന്താ ഒരു പേര്? നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാള്, തുളസി മേഡം. എല്ലാ കാര്യത്തിനും അല്ലെ ഉപദേശങ്ങളൊക്കെ. തുളസി മേഡം ഏത് കാര്യം ഉണ്ടെങ്കിലും കാർഷിക യൂണിവേഴ്സിറ്റിയിലെ അല്ലേ? അതുപോലെ വാസുദേവൻ സാറിന്റെ കടമ്പഴിപ്പുറം, ഇപ്പൊ കോങ്ങാടാണ്. അവർക്ക് നിയമോപദേശം നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കും. ഈ വിള ഇറക്കേണ്ട സമയം കേടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഇതിന് ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഉപദേശം തേടിയിട്ടാണ്. അതുപോലെ വല്ലപ്പുഴ കൃഷി ഓഫീസർ ദീപ മേഡം. അവര് നല്ല ഓഫീസറായി തെരഞ്ഞെടുത്തു കഴിഞ്ഞ പ്രാവശ്യം. കേരളത്തിലെ ഏറ്റവും നല്ല കൃഷി ഓഫീസറാണ് ഏത് കാര്യത്തിനും. അവർ തോട്ടൊക്കെ എല്ലാരും പറയാം കൃഷി ഓഫീസർക്ക് പ്രിയപ്പെട്ട ആളാണ്, കൃഷി ഓഫീസർക്ക് ഉപദേശം കൊടുക്കുന്ന ആളാണ്. അല്ല, ഇപ്പൊ അവര് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ നമ്മളോട് ചോദിക്കും, പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ എന്താ അവര് തോട്ടൊക്കെ കാണാൻ വരും. ദീപ മേടൊക്കെ തോട്ടൊക്കെ ഇടയ്ക്ക്. എന്നോട് ഒരു ഇതേ പറഞ്ഞ പോലെ ഒരു കർഷകൻ ചോദിച്ചു, കൃഷിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ എന്നോട് ചോദിക്കണ്ട, സേതുവേട്ടനോട് ചോദിച്ചാൽ. ഇപ്പോ ഈ പഞ്ചായത്തിൽ തന്നെ പാടശേഖര കൃഷി വകുപ്പിന്റെ ചുമതല നമ്മളെ ഏൽപ്പിച്ചൂടെ? കാരണം എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മള് കുറെ കാലമായിട്ടുള്ള പരിചയം വീട്ടില്ല. അത് 3-4 വർഷമായിട്ട്. ഇല്ല, നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കാറ്റൊക്കെ അടിച്ചിട്ട് കുറച്ച് പോയി. അതൊക്കെ സ്വാഭാവികമാണ്. ചിലപ്പോ പോകും, ചിലപ്പോ ഇതൊക്കെ ഫുള്ള് ഇൻഷൂറുള്ള വാഴകളാണ്. ഇപ്പൊ കൃഷി നമ്മളിപ്പോ ഈ വാഴ വെച്ച് കഴിഞ്ഞാൽ ഇൻഷൂർ ചെയ്യും, എല്ലാ ഇതും ചെയ്ത് കൃഷി ഇറക്കിയാൽ ഇൻഷൂർ ചെയ്യാറില്ലേ? വാഴയൊക്കെ ചെയ്യും, വാഴയും കിഴങ്ങുകളൊക്കെ ചെയ്യും. ഇൻഷൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷപ്പോ മറ്റുള്ള കാര്യങ്ങൾ അല്ലാതെ ഏതായാലും ഒന്ന് കേടൊന്നും പോയാലൊന്നും കിട്ടില്ല. അപ്പൊ ഒരു ദുരന്തം ഉണ്ടായി, കാലാവസ്ഥാ വ്യതിയാനം ദുരന്തം ഉണ്ടായാൽ നമുക്ക് ഇവിടെ അത് ഇവിടെ ഉണ്ടായപ്പോൾ കാറ്റടിച്ചു നോക്കിയാൽ ഇവിടുന്ന് അപേക്ഷ കൊടുത്താൽ നമ്മൾ ഇൻഷൂർ ചെയ്തെന്ന് വെച്ചാൽ ഒരു വാഴയ്ക്ക് 300 രൂപ കണ്ടിട്ട് തരൂല്ലേ? സബ്സിഡി തരും, അല്ല അതിന് ഗ്രാന്റ് തരും, ഇൻഷുറൻസ് തുക കിട്ടും. അത് കൃഷി ഓഫീസർ മുഖേന തരും അല്ലേ? അല്ല, അത് ഗവൺമെന്റാണ് തരുന്നത്. അപേക്ഷപ്പെടുന്ന നേരിട്ട് കൃഷി ഓഫീസർ മുഖേന കൊടുക്കണം. അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൊടുത്താൽ അവരാണത് പാസ്സാക്കി തരും. വന്ന് നോക്കുകയൊക്കെ ചെയ്യും, ഇതല്ലേ കൃഷിയുടെ ഒക്കെ വന്ന് നോക്കി വിലയിരുത്തി നോക്കും. അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താ DD വരെ ഇവിടെ വന്നിട്ട് എന്റെ തോട്ടം കണ്ടിട്ടുണ്ടല്ലേ? കൃഷിയുടെ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ പാലക്കാട് വന്നിട്ട് എന്റെ തോട്ടം, പ്രിൻസിപ്പൽ കൃഷി ഓഫീസറൊക്കെ എന്റെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട്, എന്നോടൊക്കെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഓഫീസർമാർ തന്നെ പറയും, നിങ്ങൾ ആ മാരേങ്കലത്ത് പോയി നോക്കി, അവിടെ നെച്ചിക്കോട്ടിൽ സേതോട്ടുണ്ട്, ഒന്ന് പോയി കണ്ടാൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അങ്ങനെയാവുന്നത്. ആയിക്കോട്ടെ, പോയി അടുത്ത തോട്ടിലേക്ക് പോയി. ഇല്ല, അതൊക്കെ കേടാണ്. ഈ വാഴ കന്നേ വെക്കില്ല. ഞാൻ വാഴ വെച്ചാൽ ആ കന്ന് ഒഴിവാക്കിയിട്ട് പുതിയ കന്ന് കൊണ്ടും ഒക്കെ പുതിയ കന്ന്, പഴയത് എടുക്കുകയില്ല. ഇതിപ്പോ ഇതിന് മുന്നേ ഈ ഒരു കണ്ടത്തിലുണ്ടായിരുന്നു റബ്ബർ വെട്ടി മാറ്റി, റബ്ബർ വെട്ടിയിട്ട് തോട്ടാക്കാൻ വേണ്ടിയിട്ട്. റബ്ബർ കൊണ്ട് മെച്ചമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതെ അതെ, റബ്ബറിനെക്കാട്ടും നല്ലത് കൃഷിയാണ്. അല്ല, കൃഷിയാകുമ്പോ പറയുമ്പോ തോട്ടത്തിന് തൊടിക്കൊരു അന്തസ്സില്ല, ഇല്ല, ഒരു ഉണക്ക പറമ്പ് മാതിരിയേ തോന്നുള്ളൂ. റബ്ബർ വെട്ടി റബ്ബർ ഇടണം.